ED റെയ്ഡിലൂടെ CPIഎമ്മിനെ കടന്നാക്രമിക്കുവാനാണ് ശ്രമമെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. പുകമറ സൃഷ്ടിച്ച് പാർട്ടി വിരുദ്ധ മനസ്സ് രൂപപ്പെടുത്തുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്. മുഹമ്മദ് റിയാസിലേക്ക് അന്വേഷണം എത്തിക്കുവാനാണ് ED ശ്രമം. രാഷ്ട്രീയമായി വരുമ്പോൾ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചു. പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും എതിരായി ED ഉൾപ്പെടെയുള്ളവരുടെ കടുത്ത കടന്നാക്രമം. കോഴിക്കോട് തന്നെ 9 പേരെ റിയാസുമായിട്ട് പരിചയമുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ റെയ്ഡ് ചെയ്യുന്ന അവസ്ഥയാണ് ഇന്നലെ ഉണ്ടായത്. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പ്രത്യേകിച്ച് CPIഎമ്മിനെ കടന്നാക്രമിക്കാനാണ് CPIഎമ്മിൻ്റെ നേതാക്കളുമായിട്ട് അടുത്ത് ബന്ധമുള്ളവരെയെല്ലാം റെയ്ഡിൻ്റെ ഭാഗമായി ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് പാർട്ടി വിരുദ്ധ മനസ്സ് രൂപപ്പെടുത്താനുള്ള ശ്രമം അവർ നടത്തുകയാണ്. മുഹമ്മദ് റിയാസിനെതിരായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അതിൽ യാതൊരു വസ്തുതയില്ലാതാണ് എല്ലാവർക്കും അറിയാം. ഒരു വസ്തുതയില്ലാത്ത കാര്യം വസ്തുതയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കുറേ മാധ്യമങ്ങളും അതുപോലെ തന്നെ EDയും ഇവിടെ കേരളത്തിലെ UDFൻ്റെ ഗവൺമെൻറ്റും കേന്ദ്രത്തിലെ BJP ഗവൺമെൻറ്റും എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ അർത്ഥം. രാഷ്ട്രീയമായിട്ട് വരുമ്പോൾ അതിനെ രാഷ്ട്രീയമായിട്ട് നേരിടുക എന്നുള്ളതാണ് നേരത്തെ ഞങ്ങളെടുത്ത നിലപാട്. ആ നിലപാട് ഇനിയും തോട്ടും. അതിപ്പം റിയാസിനെതിരായിട്ട് വന്നാലും അതുപോലെ തന്നെ പാർട്ടിയുടെ നേതാവ് അടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർക്കെതിരായിട്ട് വന്നാലും ഒക്കെ ഞങ്ങൾ ആ നിലപാടാണ് സ്വീകരിക്കുക. രാഷ്ട്രീയമായിട്ട് ഇതിനെ നേരിടാൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൽ പിന്നെ വേറെ വിട്ടുവീഴ്ചയൊന്നും ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. നിർഭൻ ചക്രവർത്തി കൂടി ചേരുകയാണ് വിശദാംശങ്ങളുമായി. നിർഭൻ, നോക്കൂ, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രേരിതമായ ഒരു ED റെയ്ഡ് നടന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ MV ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പറഞ്ഞിരുന്നു ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, മനഃപൂർവ്വമായി പാർട്ടിക്ക് നേരെ കരിവാരി തേക്കുവാനുള്ള ശ്രമമാണ്, അതിനെ ശക്തമായി നേരിടുമെന്ന് പറഞ്ഞു. ആ വാക്കുകളാണ് ഇന്നും അദ്ദേഹം ആവർത്തിച്ചത്. എന്തായാലും ഈ രാഷ്ട്രീയ നീക്കത്തിനെതിരെ, രാഷ്ട്രീയപരമായി ഈ ഒരു നീക്കത്തെ ഏത് തരത്തിലായിരിക്കും പാർട്ടി നേരിടുക, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും സിന്ധൂരി, ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ CMRL ഒപ്പം തന്നെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ED കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് ഇപ്പോൾ നേരത്തെ തന്നെ CPIയും LDFും CPIഎമ്മും നേരത്തെ തന്നെ ആരോപണമായി ഉന്നയിച്ചിരുന്നതാണ്. ആ ഒരു രാഷ്ട്രീയ നീക്കം ഇപ്പോൾ വെളിവാകുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് റിയാസിനെ ലക്ഷ്യം വെക്കാൻ വേണ്ടി നടത്തിയ, അദ്ദേഹവുമായി സൗഹൃദമുള്ളവരുടെ വീട്ടിൽ പോലും റെയ്ഡ് നടത്തിയത് ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് എന്ന് തന്നെയാണ് CPIഎമ്മിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇതിനെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടാൻ തന്നെയാണ് CPIഎമ്മിന്റെ തീരുമാനം. രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPIഎമ്മിനെ കരിവാരി തേക്കുന്നതിനും ആ പുകമറയിൽ നിർത്തിക്കൊണ്ട് ആ തരത്തിൽ ഒരു CPIഎം വിരുദ്ധ മനോഭാവം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് CPIഎമ്മിന്റെ വിലയിരുത്തൽ. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വ്യാപകമായി പാർട്ടിയെ അഭിവൃദ്ധിപ്പെടുത്താനുള്ള ശ്രമം ഈ കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തുടരെ നടത്തുന്നു. ആദ്യം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇതിന്റെ പിന്നിൽ ഉള്ളത് എന്ന് CPIഎം ആരോപണമായി ഉന്നയിച്ചു. ആ ആരോപണങ്ങൾ ഓരോ ഇവരുടെ റെയ്ഡുമായി ബന്ധപ്പെട്ട, ഇവരുടെ തുടർ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഓരോ നീക്കങ്ങളും തെളിയിക്കുന്നത് അത് തന്നെയാണ്. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. അതുകൊണ്ട് ഇത് CPIഎം വളരെ ജാഗ്രതയോടെയാണ് കാണുന്നത്. ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായി നടത്തുന്ന കേന്ദ്രത്തിന്റെ ഇത്തരം കടന്നാക്രമണങ്ങളെ അതേ നിലയിൽ രാഷ്ട്രീയമായി തന്നെ നേരിടും, നിയമപരമായി നേരിടേണ്ട കാര്യങ്ങളെ നിയമപരമായി നേരിടും എന്ന തീരുമാനം തന്നെയാണ് CPIഎം എടുത്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അതിരൂക്ഷമായ വിമർശനം കേന്ദ്ര ഏജൻസികൾ നടത്തിയ ഇത്തരം നീക്കങ്ങൾക്കെതിരെ നടത്തിയത്.